നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നാസിക് TCSൽ നടന്ന നിർബന്ധിത മതപരിവർത്തനം, ലൈംഗിക വേട്ട. ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് 9 ജീവനക്കാർ. ഇതിൽ 8 പുരുഷ ജീവനക്കാരും ഒരു സ്ത്രീയും. ഈ കേസിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 9 ജീവനക്കാർക്കെതിരെ, 8 പുരുഷന്മാരും ഒരു സ്ത്രീയും. ഇതിൽ 7 പേർ ഇതിനകം അറസ്റ്റിലായി. ഇന്ത്യയിലെ മുൻനിര BPO കമ്പനി TCSൽ നടന്ന ഈ മതപരിവർത്തന ശ്രമങ്ങൾ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു. എന്നാൽ വാർത്ത മുക്കാൻ പല തലത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് മാധ്യമങ്ങൾക്കുമേൽ ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സംഘടനകൾ ചെലുത്തുന്നത്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തു. വിഷയം പഠിക്കാൻ പ്രത്യേക സമിതി രൂപീകരിച്ചു. വലിയ വിവാദമാണ് ഇപ്പോൾ ഈ സംഭവം ഉയർത്തിവിട്ടിരിക്കുന്നത്. TCSൽ മാത്രമല്ല, രാജ്യത്തെ ഒട്ടുമിക്ക കമ്പനികളിലും ഇത്തരം നിർബന്ധിത മതപരിവർത്തനവും ലൈംഗിക വേട്ടയും നടക്കുന്നുവെന്നാണ് ചിലർ ആരോപിക്കുന്നത്. ടാറ്റ സൺസ് ചെയർമാൻ N. ചന്ദ്രശേഖരൻ ആഭ്യന്തരാന്വേഷണത്തിന് ഉത്തരവിട്ടു. TCS ഓഫീസിൽ നടന്ന ആസൂത്രിത നീക്കങ്ങളെക്കുറിച്ച് വനിതാ ജീവനക്കാരാണ് ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അറസ്റ്റിലായവർക്ക് തീവ്രവാദ സംഘടനകളിൽ നിന്നും വിദേശ സഹായം ലഭിച്ചിരുന്നോ എന്ന സംശയവും പോലീസിന് ശക്തം. NIA, മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് എന്നീ ഏജൻസികളുടെ സഹകരണം പോലീസ് തേടി. നേരത്തെ നിദാ ഖാൻ TCS ഓഫീസിലെ HR മേധാവി എന്ന നിലയിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അവർ HR മേധാവി ആയിരുന്നില്ല, വെറും ടെലികോളർ മാത്രമായിരുന്നുവെന്ന വിശദീകരണം ഇപ്പോൾ നിദാ ഖാന്റെ കുടുംബം നൽകുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് അവർ അത്രയേറെ അധികാരം കൈയാളിയത്? നിദാ ഖാന്റെ പെരുമാറ്റം വളരെ ആധിപത്യമുള്ളതായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത്. ജീവനക്കാർ അവരെ ഭയപ്പെട്ടിരുന്നു. ഇസ്ലാമിക പാരമ്പര്യങ്ങൾക്കനുസൃതമായി വസ്ത്രം ധരിക്കണമെന്നും ആചാരം പാലിക്കണമെന്നും മറ്റു വനിതാ ജീവനക്കാരെ ഇവർ നിർബന്ധിക്കും. ബുർഖ എങ്ങനെ ധരിക്കണമെന്ന് നിദാ ഖാൻ തങ്ങൾക്ക് നിർദ്ദേശം നൽകുമെന്നാണ് ഒരു വനിതാ ജീവനക്കാരി പറയുന്നത്. TCSലേക്ക് പുതുതായി ജോലിക്കെത്തുന്നവരെ പുരുഷന്മാർ ലൈംഗിക വേട്ടയ്ക്കായി സമീപിക്കുമ്പോൾ അതിനുവേണ്ട ഒത്താശയും നിദാ ഖാൻ ചെയ്യുമത്രേ. ലൈംഗിക പീഡനം, നിർബന്ധിത മതപരിവർത്തനം, ഗുരുതര ആരോപണങ്ങളാണ് നാസിക്കിലെ TCS നേരിടുന്നത്. ഗത്യന്തരമില്ലാതെ ജീവനക്കാരോട് വീടുകളിലിരുന്ന് വർക്ക് ഫ്രം ഹോം മതിയെന്ന് കമ്പനി നിർദ്ദേശിച്ചു. മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന ആരോപണം നേരിടുന്ന വനിതാ ജീവനക്കാരിയായ നിദാ ഖാൻ ഇപ്പോഴും ഒളിവിലാണ്. ഇപ്പോൾ പോലീസിന്റെ പിടിയിലായ 6 പുരുഷ ജീവനക്കാരെ ചോദ്യം ചെയ്തു. അവർ ഒറ്റ സംഘത്തെ പോലെയാണ് പെരുമാറുന്നത് എന്ന് പോലീസ് പറയുന്നു. 2022 ഓഫീസിലെ ഒരു ജീവനക്കാരൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ഒരു വനിതാ ജീവനക്കാരിയുടെ പരാതിയിൽ നിന്നാണ് ഗുരുതര ആരോപണങ്ങളിലേക്ക് പിന്നീട് പോലീസ് കടക്കുന്നത്. ആദ്യ പരാതിക്ക് പിന്നാലെ വനിതാ DCPയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസുകാരെ മഫ്തിയിൽ TCS ഓഫീസിലേക്ക് അയച്ചു. ഹൗസ് കീപ്പിംഗ് ജീവനക്കാർ എന്ന നിലയിലാണ് വനിതാ കോൺസ്റ്റബിളുമാർ TCS ഓഫീസിലെത്തിയത്. ഒപ്പം പുരുഷ കോൺസ്റ്റബിളുമാരും വേഷം മാറി അവിടെ എത്തി. ജീവനക്കാരികളോട് എന്താണ് സംഭവിച്ചത് എന്നവർ തിരക്കി അത് മനസ്സിലാക്കി. ജീവനക്കാർക്ക് കൂടുതൽ ധൈര്യം നൽകി. പരാതിയുമായി മുന്നോട്ട് ജീവനക്കാർ കടന്നു വരുന്നത് അങ്ങനെയാണ്. തങ്ങൾക്ക് മക്കളില്ല എന്നറിയുന്ന സീനിയർ ഉദ്യോഗസ്ഥർ ഭാര്യയെ കൈമാറാൻ ആവശ്യപ്പെട്ടു എന്നുവരെ ഒരു പുരുഷ ജീവനക്കാരൻ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന നിരവധി വനിതാ ജീവനക്കാരികളുടെ പരാതി. എന്നാൽ വസ്തുതകളെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഇപ്പോൾ കുറ്റങ്ങൾ ചമയ്ക്കുന്നതെന്നാണ് പ്രതികളുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്. ജോലിസ്ഥലത്തെ സാധാരണ സംഭാഷണങ്ങളും പെരുമാറ്റവുമൊക്കെ ക്രിമിനൽ കുറ്റമായി കാണാൻ കഴിയില്ല എന്നാണ് പ്രതികളുടെ അഭിഭാഷകന്റെ നിലപാട്. എന്നാൽ സംസ്ഥാനത്തെ പല വൻകിട കമ്പനികളിലും കൂട്ട മതപരിവർത്തന ശ്രമമുണ്ട് എന്ന ആരോപണം BJP മന്ത്രി തന്നെ ഉയർത്തുന്നു. മന്ത്രി നിതേഷ് റാണ പറയുന്നത് കോർപ്പറേറ്റ് ജിഹാദ് ഇപ്പോൾ നടക്കുന്നുവെന്നാണ്. ഇനി ഹിന്ദുക്കളെ മാത്രം ജോലിക്കെടുത്താൽ മതി എന്ന വിചിത്ര ആവശ്യവും ചില BJP നേതാക്കൾ മുന്നോട്ട് വച്ചു. നാസിക്കിലെ TCS ഓഫീസിൽ ലൈംഗികാതിക്രമ പരാതികൾ പരിഹരിക്കാനുള്ള ഒരു സമിതി ഉണ്ടായിരുന്നുവെന്നും 2022 2026 ഇടയിൽ ആരും ഈ സമിതിക്ക് മുൻപാകെ പരാതി നൽകിയിട്ടില്ല എന്നുമാണ് TCS ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ K. കൃതിവാസൻ പറയുന്നത്. പരാതികൾ മൂടിവെച്ചുവെന്നും ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണം നേരിടുന്നത് നിദാ ഖാൻ ആണ്. എന്നാൽ നിദാ ഖാൻ HR മാനേജരല്ല. അവർക്ക് നേതൃപരമായ ഉത്തരവാദിത്തങ്ങളോ റിക്രൂട്ട്മെന്റ് ചുമതലകളോ നൽകിയിരുന്നില്ല. നിദാ ഖാൻ HR വിഭാഗം മാനേജർ അല്ലെന്നും
ഫോൺ വഴി മാർക്കറ്റിംഗ് നടത്തുന്ന വെറും ടെലികോളർ ജീവനക്കാരി മാത്രമായിരുന്നുവെന്നുമാണ് ഇപ്പോൾ മാനേജ്മെന്റ് പറയുന്നത്. നിത ഖാൻ ഗർഭിണിയാണ്, അതുകൊണ്ടാണ് പോലീസിന് മുന്നിൽ എത്താൻ ഭയപ്പെടുന്നത് എന്ന് കുടുംബാംഗങ്ങൾ വിശദീകരിക്കുന്നു. 2021 ഇവർ TCSൽ ജോലിക്ക് പ്രവേശിച്ചത്. നേരത്തെ നാസിക്കിൽ ജോലി ചെയ്തിരുന്നു. വിവാഹശേഷം ജനുവരി മുതൽ മുംബൈയിലെ മലാഡിലെ TCS ഓഫീസിലാണ് അവർ ജോലി ചെയ്യുന്നത്. ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി ചെയ്തപ്പോൾ ഏറെ സന്തോഷിച്ചു, എന്നാൽ ഇപ്പോൾ ദുഃഖിക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ പോകുന്നു. നിത ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ടീം ലീഡർമാർ ഉൾപ്പെടെ 7 പുരുഷന്മാരും ഓപ്പറേഷൻസ് വിഭാഗത്തിലെ ഒരു സ്ത്രീയും നേരത്തെ അറസ്റ്റിലായിരുന്നു. കേസുകൾ ബജ്രംഗ് ദളിന്റെ തിരക്കഥയാണ് എന്ന് അറസ്റ്റിലായ റാസ മേമന്റെ ബന്ധു റസ കാസി പറയുന്നു. എന്നാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ബജ്രംഗ് ദൾ ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. TCSന്റെ നാസിക് പരബ് നഗറിലെ BPO ഓഫീസിൽ മറ്റ് കമ്പനികളുടെ കസ്റ്റമർ സർവീസ്, അക്കൗണ്ടിംഗ്, ഫിനാൻസ്, ടെലിമാർക്കറ്റിംഗ് തുടങ്ങിയ ജോലികളാണ് നടക്കുന്നത്. ഇന്ത്യയിലെ TCS ഓഫീസുകളെ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ ബാധിച്ചിരിക്കുന്നു. നാസിക്കിലെ TCS ഓഫീസിൽ നടന്നത് ഇന്ത്യ ഭയക്കുന്ന ലവ് ജിഹാദിസം എന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. 2022 ഡാനിക് ഷെയ്ഖ് എന്ന സഹപ്രവർത്തകൻ തന്നോട് ശാരീരിക ബന്ധം സ്ഥാപിച്ചു എന്നൊരു സ്ത്രീ പരാതി ഉന്നയിക്കുന്നു. വിവാഹബന്ധം വാഗ്ദാനം ചെയ്താണ് ഡാനിക് ഷെയ്ഖ് ഇത്തരമൊരു ബന്ധം സ്ഥാനമായി സ്ഥാപിച്ചത്. നിത ഖാൻ ഡാനിക് ഷെയ്ഖിന്റെ സഹോദരിയാണ്. പരാതിക്കാരിയുടെ വിശ്വാസങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു. മതപരിവർത്തനം വേണമെന്ന് നിത ഖാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പിന്നീട് ഡാനിഷ് ഷെയ്ഖ് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീ മറ്റു ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ഡാനിഷ് ഷെയ്ഖ് ഉൾപ്പെട്ടിരിക്കുന്നത് വലിയൊരു കോക്കസിന്റെ ഭാഗമായി. ആ കോക്കസ് ഓഫീസിലെ നിരവധി ജീവനക്കാരികളെ ലൈംഗിക വേട്ടയ്ക്കും മതപരിവർത്തനത്തിനും ഇരയാക്കി. പിന്നീട് ഈ സ്ത്രീയുടെ സഹപ്രവർത്തകരായ 7 സ്ത്രീകൾ തങ്ങളെ മാനസികമായും ലൈംഗികമായും പീഡിപ്പിച്ചു എന്ന ആരോപണമുയർത്തി രംഗത്തെത്തി. അവർ മതപരിവർത്തനവും തങ്ങളുടെ പരാതിയിൽ ഉൾപ്പെടുത്തി. ഈ സംഭവങ്ങളിൽ മതപരിവർത്തനം ഉൾപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ ഞെട്ടിച്ചു. തുടർന്നാണ് പോലീസ് ത്വരിതഗതിയിലുള്ള അന്വേഷണത്തിന് തുടക്കമിട്ടത്. അതാവട്ടെ നിരവധി സ്ഫോടനാത്മക വിവരങ്ങൾ വെളിയിലെത്തിച്ചു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നിത ഖാന്റെ ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്തു. ഏപ്രിൽ 14 ഖാൻ വീട് വിട്ടുപോയി എന്നും ഒരു ബന്ധുവിനൊപ്പം താമസിക്കുകയായിരുന്നുവെന്നുമാണ് ഭർത്താവ് പറയുന്നത്. പിന്നീട് നിത ഖാന്റെ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ബന്ധുവായ നൂരി ഷെയ്ഖ് എന്ന സ്ത്രീയുടെ വീട് പോലീസ് പരിശോധിക്കുന്നു. അവിടെയും നിത ഖാനെ കണ്ടെത്താൻ കഴിയുന്നില്ല. നിത ഖാന്റെ മാതാപിതാക്കൾ ഇതിനിടയിൽ മറ്റൊരാരോപണവുമായി രംഗത്തെത്തി. നാസിക്കിൽ നേരത്തെ പോലീസ് കേസെടുത്തിരുന്ന ഒരാൾ ദൈവത്തെ രക്ഷിക്കാൻ പുതിയ കഥകൾ മെനയുകയാണ് എന്ന ആരോപണമാണ് അവർ തൊടുക്കുന്നത്. ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി തന്റെ മകളെ ലക്ഷ്യമിടുന്നു എന്ന് നിത ഖാന്റെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നേരത്തെ ബലാത്സംഗ കുറ്റത്തിന് അറസ്റ്റിലായ നാസിക് ആൾ ദൈവം അശോക് ഖരട്ടുമായി ബന്ധപ്പെട്ട വിവാദം ഉൾപ്പെടെയുള്ള മറ്റ് ചില വിവാദങ്ങൾ മുക്കിക്കളയാനുള്ള ലക്ഷ്യമാണ് ഈ കേസിന് പിന്നിൽ എന്ന് നിത ഖാന്റെ പിതാവ് ആരോപണം ഉന്നയിക്കുന്നു. നിത ഖാൻ ഗർഭിണിയാണെന്നും ആരോപണങ്ങൾ കുടുംബത്തെ മുഴുവൻ ബാധിച്ചിരിക്കുകയാണെന്നും അവർ പ്രതികരിച്ചു. നിത ഒരിക്കലും മറ്റാരെയും മതം മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന നിലപാടാണ് കുടുംബം സ്വീകരിക്കുന്നത്. എന്നാൽ TCS ഓഫീസിൽ ഒരു സംഘം ഗൂഢാലോചന തന്നെ നടത്തി ഓഫീസിലേക്ക് പുതുതായി ജോയിൻ ചെയ്യുന്ന യുവ വനിതകളെ ലക്ഷ്യമിട്ട് മതപരിവർത്തനത്തിനും ലവ് ജിഹാദിനുമൊക്കെ ശ്രമിച്ചിരുന്നു എന്ന ആരോപണം അനുദിനം ശക്തിപ്പെടുന്നു. 18-നും 25-നും ഇടയിലുള്ള വനിതാ ജീവനക്കാരികളെയാണ് ഇവർ ലക്ഷ്യം വെച്ചത്. മതപരമായ പീഡനവും മതപരിവർത്തന ശ്രമവും ഉൾപ്പെട്ടിരിക്കുന്നു. ഹിന്ദു ദൈവങ്ങളെ ദുരുപയോഗം ചെയ്യുക, മാംസാഹാരങ്ങൾ നിർബന്ധിച്ച് കഴിപ്പിക്കുക, മതപരമായ പീഡനവും നിർബന്ധിത മതപരമായ ആചാരങ്ങൾ പാലിക്കലുമൊക്കെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ഡാനിഷ് ഷെയ്ഖ്, തൗസീഫ് അത്തർ, റാസ മേമൻ, ഷാറൂഖ് ഖുറേഷി, ഷാഫി ഷെയ്ഖ്, ആസിഫ് അഫ്താബ്, ഷാറൂഖ് ഷെയ്ഖ് എന്നീ 7 പുരുഷന്മാരും 2 സ്ത്രീകളും ഉൾപ്പെടെ 9 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ആരോപണങ്ങൾ ഗുരുതരവും ദുഃഖകരവുമാണ് എന്ന് ടാറ്റാ സൺസ് ചെയർമാൻ N. ചന്ദ്രശേഖരൻ പ്രതികരിച്ചിരുന്നു. വീണ്ടും അസ്വസ്ഥപ്പെടുത്തുന്ന ഒട്ടനവധി വെളിപ്പെടുത്തലുകളാണ് വനിതാ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.